വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്, വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടുപോകും വരെ അവിടെ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവിൻ. അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊർ തോറും സഞ്ചരിച്ചു. സംഭവിക്കുന്നത് എല്ലാം ഇടപ്രഭുവായ ഹെരോദാവ് കേട്ടു. യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരും, ഏലിയാവ് പ്രത്യക്ഷനായി എന്ന് ചിലരും, പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റു ചിലരും പറയുകൊണ്ട് ഹെരോദാവ് ചഞ്ചലിച്ചു. യോഹന്നാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു, എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്ന ഇവൻ ആർ എന്ന് പറഞ്ഞ് അവനെ കാണുവാൻ ശ്രമിച്ചു. അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബേത്സയിദ എന്ന പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോയി. അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു. അവൻ അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. പകൽ കഴിവാറായപ്പോൾ 12 അടുത്തു വന്ന് അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞതിന്, 5 അപ്പവും 2 മീനും അല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി സകല ജനത്തിനു വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളണമോ എന്ന് അവർ പറഞ്ഞു. ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരോട്, അവരെ 50 വീതം പന്തി പന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട എടുത്തു. ഇതുവരെ യേശു തന്നെയാണ് അത്ഭുതങ്ങളും രോഗസൗഖ്യവും ചെയ്തത്. പ്രസംഗവും താൻ തന്നെയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലന്മാരെ, 12 ശിഷ്യന്മാരെ താൻ അയക്കുകയാണ്. താൻ ചെയ്തിരുന്ന കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ കൂടി പോയി ചെയ്യണം. ഇന്നത്തെ പോലെ ആശയവിനിമയ മാധ്യമങ്ങളൊന്നും അന്നില്ല. ഫോണോ കത്തോ ടെലിവിഷനോ റേഡിയോയോ ഒന്നുമില്ല. ഒരു സന്ദേശം വേറൊരിടത്ത് എത്തിക്കാൻ ഒരു ആൾ പോയി പറയുകയല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ 12 പേരെയും 12 വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ്. അവർ പോയി എല്ലാ സ്ഥലങ്ങളിലും യേശു ചെയ്ത അതേ ശുശ്രൂഷയും അതേ സന്ദേശവും മറ്റുള്ളവർക്ക് അറിയിക്കണം. ദൈവരാജ്യം പ്രസംഗിക്കണം, രോഗികൾക്ക് സൗഖ്യം വരുത്തണം. ഇതിനു വേണ്ടിയാണ് അവരെ അയച്ചത്. ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും താൻ അവർക്ക് അധികാരവും കൊടുത്തു. കർത്താവ് ശിഷ്യന്മാരോടൊരു കാര്യം ചെയ്യാൻ പറയുന്നതിന് മുൻപ് അവർക്ക് അതിനുള്ള ശക്തിയും അധികാരവും കൊടുക്കുന്നുണ്ട്. ദൈവം ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാനുള്ള ശക്തിയും അധികാരവും അവർക്ക് കൊടുത്തതിന് ശേഷമാണ് അത് പറയുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷാ കാലത്ത് അനേക സംഭവങ്ങൾ ഈ നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 38 വർഷമായി രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനോട് എഴുന്നേൽക്കാൻ പറയുമ്പോൾ അവന് എഴുന്നേൽക്കുവാനുള്ള ശക്തി കൊടുത്തിട്ടാണ് അവനോട് എഴുന്നേൽക്കാൻ പറയുന്നത്. പക്ഷപാതക്കാരനോട് എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കാനുള്ള ശക്തി കൊടുത്തിട്ടാണ് അവനെ എഴുന്നേൽപ്പിക്കുന്നത്. യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സമയത്തും ബാല എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ അവളുടെ ആത്മാവിനെ അവൾക്ക് മടക്കി കൊടുത്തിട്ടാണ് അവളോട് എഴുന്നേൽക്കാൻ പറയുന്നത്. കർത്താവ് നമ്മോട് ഏത് കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാലും അതിനുള്ള ശക്തി നമുക്ക് തന്നിട്ടാണ് താനത് ചെയ്യുന്നത്. ശിഷ്യന്മാർ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. ലൂക്കോസ് വളരെ സംക്ഷിപ്തമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. 3-ാം വാക്യത്തിൽ, പോകുമ്പോൾ വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. ഇതൊക്കെ
ഒരു ആൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണ എടുക്കുന്ന കാര്യങ്ങളാണ്. വടി സംരക്ഷണത്തിന് വേണ്ടി, പൊക്കണം, പൈസ സൂക്ഷിക്കാൻ, സാധനങ്ങൾ വയ്ക്കാൻ, അല്ലെങ്കിൽ ചിലർ പറയുന്നത് മറ്റുള്ളവരുടെ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടി. റബായിമാരും ഗുരുക്കന്മാരും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു പോലും. ഭക്ഷണത്തിന് അപ്പം, ആവശ്യത്തിന് പണം, ഇതൊന്നും എടുക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ വടിയെന്ന് പറയുന്നത്, ചിലർ പറയുന്നത് ദൂരയാത്ര ചെയ്യുന്ന ആളുകൾ വടിക്കുള്ളിൽ നാണയങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുപോകും. ഒരു മുളയുടെ തണ്ടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് അത് അടച്ച് ഒരു വടിയായിട്ട് യൂസ് ചെയ്യും. ഇത് കണ്ടാൽ ഒരു വടിയാണെന്നേ തോന്നുള്ളെങ്കിലും അതിനുള്ളിൽ പണം സൂക്ഷിച്ചു വയ്ക്കും. ഇത് കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നുമുള്ള ആക്രമണം ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏതായാലും ഇങ്ങനെയുള്ള അമിതമായ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. 2 ഉടുപ്പ് പോലും എടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ തന്നെ പാർക്കുക. കുറച്ചുകൂടെ നല്ല സ്ഥലം താമസിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കരുത്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ദൈവശുശ്രൂഷ ചെയ്യുവാനായി പോകുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ അമിതമായി വേവലാതിപ്പെടേണ്ട. നമുക്കറിയാം, ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിന് പോകുമ്പോൾ അവൻ എന്ത് കഴിക്കും, എന്ത് കുടിക്കും, അവൻ്റെ വസ്ത്രം, അവൻ്റെ യൂണിഫോം, അവൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യം, അവൻ്റെ മക്കളുടെ പഠിത്തം, ഇതിനെക്കുറിച്ചൊന്നും ആ പട്ടാളക്കാരൻ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ ഗവൺമെൻറ് നോക്കിക്കൊള്ളും. കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തൻ്റെ മക്കളെ അയക്കുമ്പോൾ താൻ അതാണ് ചെയ്യുന്നത്. നിങ്ങൾ ജീവനകാര്യത്തെക്കുറിച്ച് അധികം വേവലാതിപ്പെടണ്ട, അത് ഞാൻ നോക്കിക്കൊള്ളാം. അത് ശിഷ്യന്മാർക്ക് താൻ പറഞ്ഞു കൊടുത്ത ഒരു പ്രിൻസിപ്പിളാണെങ്കിലും അത് ഇന്നും സത്യമാണ്. ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി കൊടുക്കും. അതെങ്ങനെ നടക്കും, ആ കാര്യം എങ്ങനെ ഞാൻ ചെയ്യും എന്ന് അമിതമായി ഒരു ദൈവ ശുശ്രൂഷകൻ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. 5-ാം വാക്യത്തിൽ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളയാൻ പറയുന്നു. യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ അയക്കുകയാണ്. കർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഭൂമിയിലായിരുന്ന സമയത്ത് നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരമൊക്കെ ആയിട്ടാണ് ഞാൻ അയക്കുന്നതെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരെ തള്ളിക്കളയുന്ന ജനം ഉണ്ടായിരുന്നെങ്കിൽ, തള്ളിക്കളഞ്ഞ പട്ടണം ഉണ്ടായിരുന്നെങ്കിൽ, തീർച്ചയായും ഇന്നും ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ തള്ളിക്കളയുന്നവർ, അവരുടെ സന്ദേശം, അവരുടെ ശുശ്രൂഷ വേണ്ടെന്ന് പറയുന്നവർ കാണും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അമിതമായി അവരെക്കുറിച്ച് ദുഃഖിക്കുവാനോ എന്നാലും എന്നെ അവർ തള്ളിക്കളഞ്ഞല്ലോ എന്ന് മനപ്രയാസപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് അവരോട് പറഞ്ഞത് എന്താണ്? അവർക്ക് വേണ്ടേ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് അടുത്ത പട്ടണത്തിലേക്ക് പോവുക. ഈ കാലിലെ പൊടി തട്ടിക്കളയുന്നതിനെക്കുറിച്ച് കർത്താവ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ന്യായവിധി ദിവസത്തിന് വേണ്ടിയാണ്. അതായത് ഉടനെ ആ പട്ടണത്തിന് തീ പിടിക്കുമെന്നോ അവിടെ ഇടിത്തി വീഴുമെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. ദൈവ സന്ദേശം തള്ളിക്കളയുന്ന ആളുകൾക്ക് ന്യായവിധി ദിവസത്തിൽ അവർക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കും. ഇപ്പോൾ തന്നെ അവർക്ക് ശിക്ഷ വേണം, ഇപ്പോൾ തന്നെ അവരുടെ മേൽ തീ ഇറക്കണം. യോഹന്നാനും യാക്കോബും പറഞ്ഞല്ലോ, ശമര്യർ യേശുവിനോട് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തീ ഇറക്കട്ടെ ഏലിയാവ് ചെയ്തതുപോലെ. ഇല്ല, യേശു അതല്ല പറഞ്ഞത്. അവർ നിങ്ങളെ തിരസ്കരിച്ചാൽ അതിൻ്റെ ന്യായവിധിക്കൊരു സമയമുണ്ട്, അന്ന് നടക്കും, ഉടനെ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട. ശിഷ്യന്മാർ പോയി സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു. ഇത് ഹെരോദാവ് കേട്ടു. യേശു സൗഖ്യം കൊടുത്തിരുന്നത് താൻ കേട്ടു. ഇപ്പോഴിതാ 12 വിവിധ സ്ഥലങ്ങളിൽ രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പോൾ ഈ വാർത്ത പല സ്രോതസ്സുകളിൽ നിന്നും ഹെരോദാവിൻ്റെ ചെവിയിലെത്തി. ഈ വാർത്തയ്ക്ക് ചില ആളുകൾ വ്യാഖ്യാനവും നൽകുവാൻ തുടങ്ങി. അവരുടെ വ്യാഖ്യാനം ഇതായിരുന്നു: ചില നാളുകൾക്ക് മുൻപ് നീ യോഹന്നാനെ കഴുത്ത് അറുത്ത് കൊന്നില്ലേ, അവൻ ഉയർത്തെഴുന്നേറ്റതാണ്. ചിലർ പറഞ്ഞു പുരാതന പ്രവാചകന്മാരാണ്, ചിലർ പറഞ്ഞു ഏലിയാവാണ്. എന്തായാലും
ഹേരോദാവ് ഭയപ്പെട്ടു. എന്തുകൊണ്ടാണ് ഹേരോദാവ് ഭയപ്പെടുന്നത്? യോഹന്നാനെ താൻ കൊന്നത് ഇനി സമാധാനമായിട്ട് തൻ്റെ അധാർമിക ജീവിതം, സഹോദരൻ്റെ ഭാര്യയെ സ്വീകരിച്ചുള്ള ജീവിതം അത് തുടരാം എന്നാണ് ഹെരോദാവ് ചിന്തിച്ചത്. പക്ഷേ ഇപ്പോഴിതാ, ഒരു യോഹന്നാനെ ഞാൻ കൊന്നു, 12-13 സ്ഥലങ്ങളിൽ നിന്നും അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചും ഞാൻ കേൾക്കുന്നു. യേശുവോ ശിഷ്യന്മാരോ ഹെരോദാവിനെതിരെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഹെരോദാവ് ഭയപ്പെടുകയാണ്. നാം സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു എന്നാണ്. ഹെരോദാവിൻ്റെ ഭയം അവൻ്റെ തന്നെ മനസാക്ഷിയാണ്. താൻ ചെയ്തത് ശരിയല്ല എന്ന് ഹെരോദാവിന് അറിയാം. അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ഒരു ജീവിതം ഹെരോദാവിന് സാധ്യമല്ല. ഹെരോദാവ് യേശുവിനെ കാണണം എന്ന് ആഗ്രഹിച്ചു. ഇവനാർ ഈ അത്ഭുതമൊക്കെ ചെയ്യുന്നു, മറ്റുള്ളവരെ കൊണ്ടും അത്ഭുതം ചെയ്യിക്കുന്നു, ഇവനാർ എന്ന് പറഞ്ഞ് കാണാൻ ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല എന്ന് പറഞ്ഞുകൂടാ. യേശുവിനെ അറസ്റ്റ് ചെയ്ത് വിസ്തരിക്കുന്ന സമയത്ത് പീലാത്തോസ് ഹെരോദാവിൻ്റെ അടുക്കലേക്ക് യേശുവിനെ അയച്ചതായി നാം വായിക്കുന്നുണ്ട്. പക്ഷേ അവിടെ യേശു ഒന്നും പറഞ്ഞില്ല. ഹെരോദാവിന് യേശു എന്തെങ്കിലും അതിശയം ചെയ്യും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അതിശയം ചെയ്യുന്നത് പോയിട്ട് ഒരു അക്ഷരം പോലും യേശു അവനോട് മിണ്ടിയില്ല. അല്ലെങ്കിൽ തന്നെ യേശു എന്തുകൊണ്ട് അവനോട് സംസാരിക്കണം? ദൈവവചനം അവൻ അറിയാമായിരുന്നു. യോഹന്നാൻ അവനോട് സംസാരിച്ചതാണ്. അതൊന്നും അനുസരിക്കാൻ മനസ്സില്ലായിരുന്നു എന്ന് മാത്രമല്ല, യോഹന്നാനെ കൊല്ലുവാൻ അവൻ തയ്യാറായി. അവന് ഇനി ദൈവത്തിൽ നിന്നൊരു സന്ദേശവും ഇല്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് യേശു അവനോട് ഒന്നും സംസാരിക്കാതിരുന്നത്. ശിഷ്യന്മാർ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നു. അവർക്ക് പോകുവാൻ ഒരു പക്ഷേ വലിയ ഉത്സാഹമുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നില്ല. അവർക്ക് യാതൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ലായിരുന്നു. കാരണം യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുക, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുക, അവൻ്റെ പ്രസംഗം കേൾക്കുക. എന്നാൽ അയക്കപ്പെട്ടപ്പോൾ അവർക്ക് വലിയ ഉത്സാഹമില്ലായിരുന്നു. കാരണം അവർ വളരെ കംഫർട്ടബിളായിരുന്ന ഒരു സ്ഥലത്ത് നിന്നും യേശു അവരെ അയക്കുകയാണ് അവർക്ക് പരിചയമില്ലാത്ത സ്ഥലത്തേക്ക്. അവർ തനിയെ പോയി ശുശ്രൂഷകൾ ചെയ്യേണ്ട ഒരു സാഹചര്യം യേശു അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി. അത് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യമല്ല, ഉത്സാഹമുള്ള കാര്യമല്ല. താൻ അവരെ അയക്കുകയായിരുന്നു. എന്നാൽ അവർ മടങ്ങി വന്നത് അങ്ങനെയല്ല. അവർ മടങ്ങി വന്നത് വളരെ ഉത്സാഹത്തോടു കൂടി ആയിരുന്നു എന്ന് മറ്റ് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. കാരണം മടങ്ങി വന്ന ഉടനെ അവർ ചെയ്ത കാര്യങ്ങൾ യേശുവിനോട് പറയുകയാണ്. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി, രോഗികളെ ഞങ്ങൾ സൗഖ്യമാക്കി. അവർ വളരെ എക്സൈറ്റഡ് ആണ്. കർത്താവ് നമ്മെ അയക്കുമ്പോൾ, ഒരു കാര്യം ചെയ്യാനായി നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് മടിയാണ്, നമുക്ക് പോകാൻ വലിയ ഉത്സാഹമില്ല. എന്നാൽ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് പോവുകയും താൻ പറഞ്ഞ കാര്യങ്ങൾ നാം ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റാണ്, വലിയ ഉത്സാഹമാണ്. കാരണം ദൈവ ശുശ്രൂഷയിൽ പങ്കാളികളായി എന്ന് മാത്രമല്ല, ദൈവത്തെ അനുസരിച്ചു, അതിൻ്റെ ഫലമായി അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഉണ്ടായ അനുഗ്രഹങ്ങൾ കാണാനിടയായി. അത് വലിയ ഉത്സാഹമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതാണ്. അതുകൊണ്ട് യേശു അവരെ വിളിച്ച് ബേത്സെദയിലേക്ക് കൊണ്ടുപോയി, തനിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഒരല്പസമയം കർത്താവും ശിഷ്യന്മാരും തനിയെ വിശ്രമിക്കുന്ന ഒരു സമയം. കർത്താവ് അതിനുമുള്ള അവസരം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കും. എന്നും ജോലി, എന്നും കഷ്ടപ്പാട് അല്ല. വിശ്രമ ജീവിതവും വിനോദവും ഒക്കെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം. താൻ അതൊക്കെ നമുക്ക് തരും. അവർ ഇങ്ങനെ ഒരല്പസമയം വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ കാര്യം പുരുഷാരം കേട്ടു. പുരുഷാരം വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് രോഗസൗഖ്യം വേണം, ദൈവരാജ്യത്തെക്കുറിച്ച് അവർക്ക് കേൾക്കണം. അതിനുവേണ്ടി അവർ വന്നു. വലിയൊരു പുരുഷാരം വന്നു. ഇത് ഒരു പക്ഷേ വീണ്ടും വളരെ കംഫോർട്ടബിളായി സുഖിച്ച് ഇരുന്ന ശിഷ്യന്മാരുടെ ആ സമയത്തെ ഒന്ന് അലോരസപ്പെടുത്തി. പക്ഷേ കർത്താവ് അവർക്ക് രോഗസൗഖ്യം നൽകി അവരെ പഠിപ്പിച്ചു. എന്നാൽ രാത്രിയാകാറായപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇത് മരുഭൂമിയാണ്, വലിയ പുരുഷാരം, ഇവർക്ക് ഭക്ഷണമില്ല, ഇവർക്ക് വിശ്രമമില്ല, ഇവരെ നമുക്ക് പറഞ്ഞു വിടാം. ഇതായിരുന്നു ശിഷ്യന്മാരുടെ സൊല്യൂഷൻ. ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം, ആ പ്രശ്നം തന്നെ അങ്ങ് ഒഴിവാക്കുക എന്നതാണ് ശിഷ്യന്മാർ പറഞ്ഞത്. ആളുകളെ നമുക്ക് പറഞ്ഞു വിടാം.
എന്നാൽ കർത്താവ് അവരോട്, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. അവരുടെ മനോഭാവത്തെയും വിശ്വാസത്തെയും ഒരുപക്ഷെ കർത്താവ് പരിശോധിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പം 2 മീൻ ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പോയി ഭക്ഷണം വാങ്ങണം, അതിനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ? ഇതായിരുന്നു അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ അവരെ 50 വീതമുള്ള പന്തിയായിട്ട് ഇരുത്തുക. യേശു ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ്. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് ഭക്ഷണ വിതരണം നടത്തുന്നത് നാം മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ വലിയ പുരുഷാരമാണ്, തിക്കും തിരക്കുമാണ്. ഭക്ഷണം കൊടുത്താൽ തീർച്ചയായും അവിടെ ചില ആളുകളുടെ മേൽ മറ്റുള്ളവർ കയറി ചവിട്ടുകയും പരിക്കേൽപ്പിക്കുകയും ചില ആളുകൾ മരിക്കുവാൻ വരെ ഇടയാകും. 5000 പേർക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കൊടുത്താൽ തീർച്ചയായും അവിടെ തിക്കും തിരക്കും ഉണ്ടാകും, ആളുകൾക്ക് പരിക്കേൽക്കും. യേശു പറഞ്ഞു, ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് എല്ലാവരെയും ഇരുത്തുക. 50 വീതമുള്ള പന്തി. അങ്ങനെയാണെങ്കിൽ 100 പന്തി. ഈ 100 പന്തിയിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ് യേശു. താൻ ഈ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തു. അവർ കൊണ്ടുപോയി ഈ 5000 പേർക്ക് കൊടുത്തു. 5000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതൊരു ചെറിയ ജോലിയല്ല, കഷ്ടപ്പാട് പിടിച്ച ജോലിയാണ്. 12 പേരുണ്ടായിരുന്നെങ്കിലും അവർക്ക് തീർച്ചയായും കഠിനമായി അധ്വാനിക്കേണ്ടി വന്നു. അവർ അത് ചെയ്തു. അതിനെക്കുറിച്ച് നാം അവിടെയൊന്നും വായിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം ഈ 5 അപ്പവും 2 മീനുമേ ഉള്ളൂ എന്ന് പറഞ്ഞ ശിഷ്യന്മാരുടെ കയ്യിൽ 12 കൊട്ട നിറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു. ഈ സംഭവം 4 സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് കർത്താവ് ഈ അത്ഭുതം ചെയ്തത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ താൻ ഈ അത്ഭുതം ചെയ്തിട്ട് താൻ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പഠിപ്പിക്കൽ താൻ അവിടെ ചെയ്തു. ആ ഉദ്ദേശത്തിലാണ് യോഹന്നാൻ അത് എഴുതിയിരിക്കുന്നത്. എന്നാൽ മറ്റ് സുവിശേഷങ്ങളിൽ ഇത് പ്രത്യേകിച്ച് വേറെ പഠിപ്പിക്കലുകളൊന്നുമില്ലാതെ ഈ സംഭവം അങ്ങ് എഴുതിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ആളുകളുടെ ആത്മീക ആവശ്യങ്ങളിൽ മാത്രം അല്ല ശ്രദ്ധിച്ചിരുന്നത്, അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്കും താൻ ശ്രദ്ധ കൊടുത്തിരുന്നു. ഇത് ഇന്നത്തെ ദൈവജനം, സഭകൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നാം പറയുന്ന സന്ദേശം മനുഷ്യൻ്റെ ആത്മീക ഗുണത്തിന് വേണ്ടി മാത്രമാണ്. ആത്മീക വശം മാത്രമേ നമുക്ക് ശ്രദ്ധയുള്ളൂ. ആത്മീകമായ കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്, അതിന് സംശയമില്ല. കർത്താവ് തന്നെ പറഞ്ഞു, നശിച്ചു പോകുന്ന ഭക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. എങ്കിൽ തന്നെയും ഈ നശിച്ചു പോകുന്ന ഭക്ഷണം മനുഷ്യന് ആവശ്യമാണ്. ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കണം, ഭക്ഷണം കഴിക്കാതെ എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് കർത്താവ് ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. ആളുകളുടെ ഭൗതികമായ ആവശ്യങ്ങൾ താൻ നിറവേറ്റിക്കൊടുത്തു. നമ്മുടെ കർത്താവ് അത് ചെയ്തെങ്കിൽ നമ്മളും അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. വിശക്കുന്നവൻ്റെ മുമ്പിൽ അവന് ഭക്ഷണം കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞ് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് വലിയ അർത്ഥമുണ്ടോ? സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്ത് ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ദേവദാസനാണ്. താൻ പട്ടിണിക്കാരുടെ മുമ്പിൽ സുവിശേഷവുമായിട്ടല്ല പോയത്, ഭക്ഷണം കൊടുത്തു. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തവർക്ക് അത് കൊടുത്തു. അതിനുശേഷമാണ് താൻ രക്ഷയെക്കുറിച്ച് അവരോട് പറഞ്ഞത്. അത് ഒരു നല്ല മാതൃകയാണ്. നമ്മുടെ കർത്താവ് അത് ചെയ്തതാണ്. ദുഃഖത്തിലും പ്രയാസത്തിലും വൈഷമ്യത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ കർത്താവ് അത് ചെയ്തു. അത് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്തിട്ട് ആത്മീയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നവർ കർത്താവിൻ്റെ ശിഷ്യന്മാരല്ല. കാരണം നമ്മുടെ കർത്താവ് അങ്ങനെയല്ലായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ സഖറിയ പ്രവചനത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. പ്രവാസകാലം കഴിഞ്ഞ ആളുകൾ മടങ്ങി വരികയാണ്. ആ സമയത്ത് ദേവാലയം പണിക്ക് വേണ്ടി ആളുകൾ തയ്യാറെടുക്കുകയാണ്. ദേവാലയം പണി ചെയ്തു തീർക്കാൻ സാധിക്കും എന്നൊക്കെ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ ദൈവജനമായ ഇസ്രായേലിനോട് പറഞ്ഞു.
അപ്പോൾ അവർ വന്ന്, പ്രത്യേകിച്ച് ബേഥേലിലുള്ള ആളുകൾ, അവർ ഒരു സംശയം ചോദിക്കുകയാണ്. ഞങ്ങൾ 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവസിക്കുമായിരുന്നു. അത് ഇനിയും ഞങ്ങൾ ചെയ്യണം? ഇതാണ് ചോദ്യം. അപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, കഴിഞ്ഞ 70 കൊല്ലം നിങ്ങൾ 5-ാം മാസത്തിലും 7-ാം മാസത്തിലും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എനിക്ക് വേണ്ടിയാണോ? എന്താണ് ദൈവം അവിടെ പറയുന്നത്? നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും എനിക്ക് വേണ്ടിയല്ല. ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ ചെയ്തു. ദൈവം അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷേ ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സെഖര്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ ആ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ 9-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവിൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങൾ ആരും തൻ്റെ സഹോദരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്ന് ഒരു മഹാകോപം വന്നു. ദൈവം അവരോട് പറയുന്നത്, നിങ്ങളുടെ ആത്മീക പ്രവർത്തനങ്ങൾ, ആത്മീക ശുശ്രൂഷകൾ, അത് ഇല്ലാഞ്ഞതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സമൂഹത്തിൽ അനീതി കാണിച്ചു, സഹോദരനോട് ദയ കാണിച്ചില്ല, അനാഥരെയും വിധവമാരെയും നിങ്ങൾ ചൂഷണം ചെയ്തു. ഇതിനെതിരെ പ്രവാചകന്മാർ സംസാരിച്ചു, നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഇപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയല്ല എനിക്ക് വിഷയം. നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടിട്ട് കണ്ണടയ്ക്കുന്നുണ്ടോ? ആവശ്യത്തിലിരിക്കുന്ന ഒരു സഹോദരനെ, ഒരു സഹോദരിയെ കണ്ടിട്ട് നിങ്ങൾ കരുണ കാണിക്കാതിരിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ വിളിക്കുമ്പോൾ തൻ്റെ ചെവി അടച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം മാറിയിട്ടില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം അതുതന്നെയാണ് വായിക്കുന്നത്. ഭക്ഷണമില്ലാത്തവൻ അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവൻ, അവൻ്റെ ആവശ്യം നാം അറിയുമ്പോൾ നീ പൊക്കോ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുകയല്ല, അവനെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ദൈവവചനം പറയുന്നു. അതായിരുന്നു കർത്താവിൻ്റെ സ്വഭാവം. അപ്പോൾ നാം ആ നിലയിൽ ദൈവത്തെപ്പോലെ കരുണയും മനസ്സിലും ഉള്ളവരായിരിക്കണം, അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരാകരുത്. ഇന്നത്തെ പാഠത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവം നമ്മോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ താൻ അതിനു വേണ്ട ശക്തിയും അധികാരവും നമുക്ക് നൽകും. നാം ഇപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും നാം മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ അതല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ നാം അതനുസരിച്ചാൽ ശിഷ്യന്മാർ മടങ്ങി വന്നതുപോലെ വലിയ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ മടങ്ങി വരാനായിട്ട് സാധിക്കും. ആളുകളുടെ ഭൗതിക ആവശ്യങ്ങൾ കാണുമ്പോൾ കണ്ണടയ്ക്കരുത്. അത് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കർത്താവിന് ഒരു പ്രയാസവുമില്ലായിരുന്നു. എന്നാൽ ആ കർത്താവ് 12 കൊട്ട ബാക്കി വന്ന ഭക്ഷണം കളയാതെ എടുത്തുകൊണ്ട് പോകുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ഒരു നന്മയും നാം വൃഥാവാക്കി കളയരുത്, നശിപ്പിച്ച് കളയരുത്. അതിന് നാം കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം നമുക്ക് നൽകുന്ന സമയമായാലും വസ്തുവകകളായാലും അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. അവിടുന്ന് ഞങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അതിനുള്ള ശക്തി അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നവനാണ്. ആ നിലയിൽ അവിടുത്തെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. വചനദീപം